അതിനായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഈ കുടുംബയോഗത്തിൽ വന്ന് സമയം ഇവിടെ നിൽക്കുവാൻ. ഒന്നാമത് ഞാൻ ഒരു വാഗ്ദാനക്കാരനാണ്, പുതുപ്പള്ളിക്കാരനാണ് എന്ന് പറയും. നിലയ്ക്കപ്പള്ളിയാണ് എൻ്റെ ഇടവക. ഈ കുടുംബത്തിലെ ധാരാളം അംഗങ്ങൾ പരിശുദ്ധ ദൈവാലയത്തിലെ ഇടവകക്കാരാണ്. അതോടൊപ്പം പ്രതിഫലമംഗലവും വാഗ്ദാനവും ഒക്കെ ആയി ഈ കുടുംബത്തിൽപ്പെട്ട ധാരാളം പേര് എനിക്ക് മുഖപരിചയവും ഉണ്ട്, വ്യക്തിപരമായ പരിചയവുമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന അനേക മുഖങ്ങൾ പരിചിതമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന്റെ ഒരു പുത്രനും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പിതാവുമായ അഭ്യുതനായ സക്രിയമാർ ഈ കഴിഞ്ഞ വലിയ നോമ്പ് കാലത്ത് ഒരു കഥ പറയാം എന്ന പേരിൽ ഒരു ചെറിയ വീഡിയോ, ഏതെങ്കിലും ഒരു ചെറിയ കഥ, ഒരു 1-2 മിനിറ്റ് മാത്രം നീളുന്ന ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ഒരു ഗുണപാഠം പറഞ്ഞു തരുന്നതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ ഗുണത്തിലെ ഒരു ചെറിയ കഥ ചെരുപ്പ് പറന്ന കഥ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ചെരുപ്പ് പറന്ന കഥ. ചെരുപ്പ് പറക്കാറില്ല, ചെരുപ്പ് പറന്ന കഥയാണ് അവിടെ പറഞ്ഞത്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കയറി, ചെരുപ്പ് ഊരിയിട്ടാണ് കയറിയത്. തിരികെ വന്നപ്പോൾ ഒരു ചെരുപ്പ് കാണാനില്ല. ചെരുപ്പ് എവിടെയെന്ന് അതിശയിച്ച് ചുറ്റും നോക്കി, മുകളിലേക്ക് നോക്കിയപ്പോൾ ചെരുപ്പ് പറന്നു പോവാണ്. ചെരുപ്പ് പറന്നത് സ്വന്തം ചെലവ് കൊണ്ടല്ല, ഒരു പരുതിന്റെ കാലിൽ ഓർത്ത് പരുത് പറന്നു പോവുകയാണ്. ഈ മനുഷ്യൻ കണ്ടത് ചിന്തിച്ചു, എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്? 2 ചെരുപ്പിൽ ഒന്നും പോയാൽ ഞാൻ എങ്ങനെ വെട്ടിപ്പോകും? പെട്ടെന്ന് ചെരുപ്പിൽ നിന്ന് ഒരു ചെറിയ പാമ്പ് താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പ് താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ പരുത്തിന് ചെരുപ്പിന്റെ ആവശ്യം ഇല്ല. പരുന്ന് ചെരുപ്പിടാറില്ലല്ലോ. പാമ്പ് താഴേക്ക് വീണു, ചെരുപ്പും താഴേക്ക് വീണു. തിരുമേനിയിലൊക്കെ അതിൽ പറഞ്ഞത് ചെരുപ്പ് പറന്ന കഥ ഇതാണ്. ഗുണപാഠം ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞതില്ല, കേൾക്കുന്നവര് ചിന്തിക്കുന്നു. ഈ 40 ദിവസം കേട്ട, 2 ദിവസം കേട്ട കഥകളിൽ ഒന്ന് പെട്ടെന്ന് മനസ്സിൽ വന്നത് നിങ്ങളുടെ ചിന്തയിലേക്ക് പറഞ്ഞത്. എന്തിനാ ചെരുപ്പ് പറഞ്ഞത്? അതിശയം തോന്നുന്നു. എനിക്ക് വേണ്ടിയാണ് ചെരുപ്പ് പറഞ്ഞതെന്ന് പിന്നീട് മനസ്സിലായി. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ജീവിതത്തിൽ നടന്നു, അത് നഷ്ടമായിട്ട് തോന്നി. ആ നഷ്ടത്തിന് പിന്നിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചൊരു നേട്ടമല്ല എന്ന് ഇന്നത്തെ മനസ്സിലായി. ആ ചെറിയ കഥയിലൂടെ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഗുണപാഠം ഇതാണ്: കരുതുന്ന ഒരു ദൈവം ഉണ്ട്. ആ കരുതുന്ന ദൈവത്തിന്റെ വഴി നടത്തൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചിലതെങ്കിലും നഷ്ടമെന്ന് തോന്നിയാലും ആ നഷ്ടത്തിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ പദ്ധതി. അത് മനുഷ്യന്റെ കണ്ണിൽ പെട്ടെന്ന് തിരിഞ്ഞു വരികയില്ല. ദൈവം തിരിച്ചു തരുന്ന സമയത്തെ തിരികെയുള്ളൂ എന്നാണ്. ഈ നോയമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു വന്ന മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു, നോമ്പ് ആചരിക്കുന്നതിന് പിന്നിലെ ദൈവഹിതം എന്നത് തിരിച്ചറിഞ്ഞോളണം എന്ന്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കുടുംബാംഗമായി സമാപിച്ചതായ ഒരു മെത്രാപ്പൊലീത്തയായി ഞാനൊരു നേതാവിലാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് നടത്തിയ ഒരു വിശുദ്ധപിതാവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഈ ഗുരു ശിഷ്യനോട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് യുവാനിസിനെയാണ് വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന പ്രായത്തിൽ പെട്ടെന്നൊന്ന് തേങ്ങി താഴേക്ക് ചെരിഞ്ഞ് വീഴാൻ പോയപ്പോൾ ഈ അന്നത്തെ വിജയശനാണ്. വിജയശൻ ഞങ്ങൾ പിടിച്ചു, പെട്ടെന്ന് അടുത്തന്നെ നിന്ന് ചാടി പിടിച്ചു. ഗുരു ശിഷ്യനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ വീഴാതിരിക്കാനാണോ പിടിച്ചത്? ശിഷ്യൻ പറഞ്ഞ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ്. പെട്ടെന്ന്, അല്ല, ഞാൻ വീഴാതിരിക്കാനാണ് പിടിച്ചത്. തിരുമേനിയുടെ കാല് തേടി തിരുമേനി വീഴാൻ പോയപ്പോൾ തിരുമേനി അടുത്ത് നിന്ന് അച്ഛൻ പിടിച്ചു. തിരുമേനി ചോദിക്കുന്ന ചോദ്യം, ഞാൻ വീഴാതിരിക്കാൻ
ശിഷ്യൻ ഗുരുവിനോട് പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ്. അല്ല, ഞാൻ വീഴാതിരിക്കാനായിട്ടാണ് ഗുരുവിനെ പിടിച്ചത് എന്ന് പറയാം. ഇത് രണ്ടും ഈ കുടുംബത്തിന്റെ ഒരു മകനും ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരു പിതാവുമായ ആളുടെ ജീവിതത്തിൽ നിന്ന് ചേർത്ത് ഞാൻ പറഞ്ഞത്, ഒന്ന്, ദൈവം നടത്തുന്ന വിധങ്ങളെ തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണുകളുടെ പ്രകാശം ദൈവം തരണം, ദൈവം നൽകിക്കൊള്ളു. രണ്ടാമത്തേത് പറഞ്ഞു, ഒരു ഗുരുവുണ്ട്, പിതാവാണ്, ശരീരപ്രകാരം അദ്ദേഹം തെറ്റി വീഴാതിരിക്കാനാണ് പിടിച്ചതെങ്കിലും ശിഷ്യന്റെ മനസ്സിലെ ബോധ്യം, എൻ്റെ ഗുരുവിനെ ഞാൻ പിടിച്ചുകൊണ്ടാൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്. ഇവിടെ നമ്മളൊക്കെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു കുടുംബമായി ഒന്ന് ചേർന്നിരിക്കുമ്പോൾ പ്രാരംഭമായി എനിക്ക് പറയുവാനുള്ളതും അത് തന്നെ, ദൈവത്തെ മുറുകെ പിടിക്കണം. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാർഗം അത് തന്നെയാണ്. നമ്മുടെ ഗുരുവും പിതാവും രക്ഷകനും നമ്മെ വഴി നടത്തുന്നവരുമായ കർത്താവിനെ മുറുകെ പിടിക്കുന്നത് നാം വീഴാതിരിക്കാൻ ആവശ്യമാണ്. ഈ കുടുംബ യോഗത്തിന് വേണ്ടി അല്പസമയം വേർതിരിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവിനെ മുറുകെ പിടിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുക. കുടുംബമാണല്ലോ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നു. ഭാര്യയെ സന്തോഷത്തോടെ വീട്ടിൽപ്പെടുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് ഈ കൂടെ പറയാൻ. ഉച്ചയാണ്, ചെറിയ തണുപ്പുണ്ടെങ്കിലും നല്ല ചൂടുള്ള ഉറക്കം വരും. നിങ്ങളുടെ മുഖത്തൊക്കെ ഞാൻ ഉത്തരം വായിച്ചോ. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിതം തുടങ്ങി കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർ പൊതുവെ വിമുഖരാകുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഭാര്യമാരോട് വീട്ടിൽ പോകും, തിരിച്ചു വരും. ഭർത്താവിനോട് സ്വന്തം വീട്ടിലൊന്ന് പോകട്ടെ എന്ന് ചോദിച്ചാൽ സന്തോഷമായിട്ട് പോയിട്ട് വരൂ എന്ന് പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. എപ്പോഴും വരുന്നേ, മുഖത്തെ പ്രകാശമൊക്കെ കെട്ടുപോയിട്ട് എപ്പോഴും വരുന്നതെന്ന് ചോദിക്കും. 2 ദിവസം കഴിഞ്ഞ് വന്നാൽ പോലെ എന്ന് ഭാര്യ ചോദിക്കും. ഭാര്യയുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? 2 ദിവസം കഴിഞ്ഞ് വരണമെന്ന് ഭർത്താവ് പറയുന്നതാണോ? അല്ല, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരണമെന്നാണ് ഭാര്യയുടെ മനസ്സ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഭർത്താവ് എങ്ങനെയാണ് പറയുക? ചിരി കാണുന്നില്ല. ഭർത്താവ് എങ്ങനെയാ പറയുന്നത്? പെട്ടെന്ന് വരുന്നത്. ഭാര്യമാരെങ്ങനെയാണ് സ്വന്തം വീട്ടിൽ പോകുന്നത് നമുക്കറിയാം. അറിയാമോ? വൈകുന്നേരം വരെയുള്ള ഭക്ഷണം റെഡിയാക്കി വയ്ക്കും. ഓരോ കാര്യവും പറയും. ആ കറിയിലിരിക്കൊണ്ട്, വൈകിട്ട് വരുന്ന ചോറിരിക്കൊണ്ട്, ചോറ് തീർന്നുപോയ ചപ്പാത്തി ഇരിക്കൊണ്ട്, ബാക്കിയുള്ളത് ഫ്രിഡ്ജിലിരിക്കൊണ്ട് എല്ലാം പറഞ്ഞേൽപ്പിക്കും. ഈ കൂടെയുള്ള ഭാര്യമാരും അമ്മമാരും എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഭർത്താവ് എത്രയേറെ കഴിച്ചാണ്. കഴിക്കും. അങ്ങ് ദൂരെ ആയതുകൊണ്ട് ഈ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. കഴിക്കാറുണ്ട്, പക്ഷെ കഴിച്ചത് വരുത്താറുണ്ട്, അല്ലേ? അങ്ങനെ അതെ, മിക്കവാറും ഒരേ കറി കൊണ്ട് തന്നെ കറിപാത്രത്തിൽ ഓരോന്നും കോരി എടുക്കും. ചോറെടുത്തെന്ന് വരുത്തും. ആ അടപ്പ് മൂടിയതായി മൂടിയില്ലായി അമ്പിയിരിക്കും. കൂടെ നിന്ന് ശുശ്രൂഷിക്കുകയും ഇഷ്ടമറിഞ്ഞ് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നയാൾ കൂടെ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ വയറ് നിറഞ്ഞു എന്ന് വരികയുള്ളൂ. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരി, അതെ. നിങ്ങളെന്താ ഒന്നും കഴിക്കാച്ചേ എന്ന് ചോദിച്ചാൽ എന്നൊരു മറുപടി എനിക്ക്. കാരണം ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണതയെ ദൈവം അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ അവർ രണ്ടല്ല, ഒന്നാണ്. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. കുടുംബം രൂപീകരിക്കപ്പെടുന്നത് ഭാര്യയുടെയും ഭർത്താവിനെയും പരസ്പര ബന്ധത്തിൽ ദൈവം അവരെ രൂപീകരിച്ച് അവിടുത്തെ മണവാളനും മണവാട്ടിയും രാജാവും രാജ്ഞിയും ഉടമസ്ഥനും ഒക്കെ ആക്കി മാറ്റിയിട്ടാണ്. സ്ത്രീ വഴക്കൊണ്ടിരിക്കുമ്പോഴും പുരുഷൻ വഴക്കൊണ്ടിരിക്കുമ്പോഴുള്ള പ്രത്യേകത അറിയാം. കണ്ടുപിടിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ
അതെ. അപ്പോ ഭാര്യയും ഭർത്താവും വഴക്ക് പിടിച്ചപ്പോൾ ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, യു ആർ കറക്റ്റിംഗ് മീ ഫോർ ദ പാസ്റ്റ് 22 years. ഉടനെ ഭാര്യ പറഞ്ഞു, നോ 23 years. കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ പറയുന്ന ഓരോന്നും നീ എന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറയും, 22 അല്ല, മനുഷ്യനെ 23 എന്ന് പറയുന്ന ഒരു സംഗതി. എന്താ അതിനാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുമ്പോൾ ആദ്യം കണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ മുറതെറ്റാതെ പറയുന്നത് ഭാര്യയാണോ ഭർത്താവാണോ? പറഞ്ഞേ, ഭാര്യയാണോ ഭർത്താവാണോ? ഭാര്യമാര് പറയും, ഞങ്ങൾ പുരുഷന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഞങ്ങൾ ഇനി അടുത്ത വഴക്കിന് ഇതൊക്കെ പറയുന്നത് ആലോചിച്ചിരുന്നാൽ കറക്റ്റ് സമയമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണോ? ഉദാഹരണത്തിന്റെ ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ സംയോജിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണതയുള്ള ഒരു കുടുംബമാകുവാനാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പുരുഷനും സ്ത്രീക്കും ദൈവം കൊടുത്തിരിക്കുന്ന കുറേയേറെ കഴിവുകളുണ്ട്. അങ്ങനെ എന്താ പറയാമോ? സ്ത്രീക്ക് മുറ തെറ്റാതെ ക്രമം തെറ്റാതെ ഓർത്തിരിക്കാനുള്ള കഴിവുണ്ട്. പുരുഷനെ സംബന്ധിച്ച് അങ്ങനെ ഓർത്തിരിക്കുകയാണ്, പക്ഷെ പുരുഷന് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ദൈവമുണ്ട്. സ്ത്രീയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? കാര്യങ്ങളൊക്കെ അടുപ്പിച്ചു കൊണ്ടുവരും, പക്ഷേ ഒരു ഫൈനൽ വേർഡ് ആരും പറയണം. വേണം. ഒരു കല്യാണത്തിന് തീരുമാനം, പഴയ കാലത്ത് തീരുമാനം കൊണ്ടുവന്ന സമയം, തീയതി നിശ്ചയിക്കുന്ന സമയം അകത്തോട്ടൊന്ന് നോക്കും, അല്ലെങ്കിൽ അകത്തൊന്നും ഒരു പിടി തരും. അത് പിന്നെ എന്നായിരിക്കും, അതെ എന്ന് പറയും, പിന്നെ പറയും. ഭർത്താവിന്റെ പേര് കെട്ടിപ്പിടിക്കാറില്ല, ഭർത്താവിനോട് പരസ്യമായി സ്നേഹപ്രകടനം നടത്താറില്ല. എപ്പോഴാണെങ്കിലും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വനെ ലഭിക്കുമാരെ ഓരോരുത്തരും നോക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നോയമ്പ് നോക്കുകയും ജീവിതത്തിന്റെ സന്തോഷവും സന്താപവും ഒരുമിച്ച് അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കുടുംബങ്ങളെ കുറിച്ച് പറയും. സ്ത്രീക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപ വിശകലനം ചെയ്യാനുള്ള കഴിവാണ്. എന്താ വിശകലനം? ശകലം എന്ന് പറഞ്ഞാൽ എന്താ? ചോറ് വേണം, ഒരു ശകലി കൊടുക്കും. അപ്പം വേണം, ശകലം. ശകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്ഷണം കറി ഉണ്ടാക്കുന്നത് ഈ ശകലിച്ചിട്ടാണ്. എന്ത് കറി കൊണ്ടെങ്കിൽ ഇറച്ചി കറി വെക്കണമെങ്കിലും ശകലിക്കണം, മീൻ കറി വെക്കണമെങ്കിലും ശകലിക്കണം, പച്ചക്കറി ആണെങ്കിലും ശകലിക്കണം. ശകലിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാക്കാനാണ്. വിശകലനം എന്നുള്ള വാക്കിന്റെ അർത്ഥം കഷ്ണങ്ങളാക്കില്ല. കാര്യങ്ങളെ കഷ്ണങ്ങളാക്കി ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ സ്ത്രീക്കാണ്. കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത് ആർക്കാണെന്ന് അറിയാമോ? പുരുഷന്. വിയോജിപ്പുണ്ടെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് പറയാം. ആ സ്ത്രീയുടെ വിശകലന ശേഷി, തീരുമാനമെടുക്കാനുള്ള പുരുഷന്റെ ശേഷിയും കൂടി കഴിയുമ്പോഴല്ലേ ഒരു കുടുംബത്തിലെ തീരുമാനങ്ങൾ കൃത്യമാക്കി. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ സ്വഭാവങ്ങൾ രണ്ടും ഒരുമിച്ച് ചേർന്ന് ഒന്നായി തീർന്നു കഴിയുമ്പോൾ അവിടെ പൂർണ്ണതയുള്ള ജീവിതം ഉണ്ടാകുന്നു. എനിക്ക് പറഞ്ഞു തരാനുള്ളത് പഴയ നിയമകാലത്തെയും പുതിയ നിയമകാലത്തെയും കുറച്ച് കുടുംബങ്ങളെ കുറിച്ചാണ്. 12:15 വരെയാണ് സമയം എന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു കുടുംബമായിട്ട് എനിക്ക് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന അബ്രഹാമിൻ്റെയും ഭാര്യ സാറയുടെയും കുടുംബം. 90-ാം വയസ്സിൽ ഒരു കൊച്ചിനെ കൊടുത്തു. ആ കൊച്ചിനെ കൊടുത്തിട്ട് യഹോവയായ ദൈവം ചോദിക്കുന്നു, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന ഈസഹാക്കിനെ തന്നെ എനിക്ക് ഇബ്രാഹിം പറയുന്നത് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വയ്ക്കും. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചവൻ ബഹുജാതികൾക്ക് പിതാവായി തീർന്നു.
സ്വന്തം മകൻ അപ്പനോട് ചോദിക്കുന്ന രംഗമാണ്. തീയുണ്ട്, വിറകുണ്ട്, സഞ്ചരിക്കുകയാണ്. മകന്റെ ചെറിയ ബുദ്ധിയിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അപ്പ ആട്ടിൻകുട്ടിയുടെ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ വന്ന മറുപടി, ദൈവം കരുതിക്കൊള്ളും മകനെ എന്നാണ്. ദൈവം കരുതുന്നതിനെ കുറിച്ച് ബോധ്യമുള്ള കുടുംബമാണ് ഉത്തമമായ കുടുംബം എന്ന് ചിന്തിക്കുവാൻ മറക്കരുത്. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കിയത് സാധനമാണ്. പുത്രനെ കൊടുത്തു, മകനെ കൊമ്പ് കാട്ടിൽ കുടുങ്ങിയതിനെയും ആട്ടുകത്തിനെ കൊടുത്തിട്ട് വീട്ടെടുത്തു. മനുഷ്യന്റെ ബുദ്ധിക്കും ബോധത്തിനും കഴിവിനും പ്രാപ്തിക്കും അപ്പുറമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ കൃപ ഉണ്ട്. സി വി ജോർജനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. കോതയിലച്ഛനെ കണ്ടിട്ടുണ്ട്. പരാമർശിക്കപ്പെട്ട എല്ലാ വൈദികരെയും കണ്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ട്. എനിക്ക് പറയുവാനായിട്ടുള്ള ഒരു സംഗതി ഇതാണ്. ധന്യമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച കുടുംബമാണിത്. ആ കുടുംബത്തിൽ ഇപ്പോൾ നാം ആയിരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുവാൻ സാധിക്കട്ടെ, എനിക്ക് ദൈവമേ തികവുള്ള വിശ്വാസം തരണമേ, ദൈവമേ നിന്റെ പദ്ധതികൾക്കനുസരിച്ച് നിന്റെ കരുതലിനോട് ചേർന്ന് നടന്നു പോകുവാനുള്ള വഴി എന്നെ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാണ്. അതുപോലെ തന്നെ മറ്റൊരു കുടുംബത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് യൗസേപ്പിന്റെ കുടുംബം. യാക്കോബിന്റെ മക്കൾ ഇത്രയാണ്: രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ, നഫ്താലി, ദാൻ, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമീൻ. 12 പേര്. 12 മക്കളുടെ ഏറ്റവും ഇളയ സഹോദരനെ ഓർപ്പിക്കുകയാണ്. കുടുംബം സ്നേഹത്തിൻ്റെതാണ്, കുടുംബം സാഹോദര്യത്തിൻ്റെതാണ്, കുടുംബം വിശ്വാസത്തോടെ നടക്കുന്നതാണ്. ഒറ്റക്കിണറ്റിൽ ഇട്ടു, വിദ്യാലയ കച്ചവടക്കാർക്ക് വിറ്റു. അവൻ ഫറവോന് സ്വന്തം രാജാധികാരത്തെക്കാൾ അല്പം മാത്രം താണവനായി ഫറവോന്റെ സന്നിധിയിൽ നിൽക്കാൻ ഇടവരുത്തി. സഹോദരങ്ങൾ തിരിച്ചറിയില്ല. ക്ഷാമം വന്നപ്പോൾ ധാന്യം കൈകൊണ്ടുവരാനൊക്കെ വന്നു. അവർക്ക് വേണ്ടിയതെല്ലാം കൊടുത്ത് തിരിച്ചു വിട്ടു. പക്ഷെ ഒരിക്കൽ സ്വന്തം സഹോദരങ്ങളോട് വെറുപ്പോടെ പെരുമാറുവാൻ യോസേഫിന് സാധിച്ചു. കുടുംബയോഗങ്ങൾ പലതും നിന്നു പോകാനുള്ള കാരണമറിയും. പരസ്പരമുള്ള ഇഷ്ടക്കേട്, ക്ഷമിക്കാൻ മനസ്സില്ലായ്മ, തമ്മിൽ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പോരായ്മ, അത് കുടുംബത്തിലേക്ക് വ്യാപിക്കും. ഏറ്റവും ഇളയനായിട്ടും മൂത്ത ആളുകളെല്ലാം സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പിതാവിന്റെ മുമ്പിൽ അവന്റെ മരണത്തിന് തെളിവായി ചോരയും മുക്കി അങ്കിക്കൊണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തി ഫറവോനേക്കാൾ അല്പം മാത്രം താഴെയാക്കി വെച്ചിട്ടും അവന്റെ സഹോദരങ്ങളെ കരുതുവാൻ സാധിക്കുന്നുവെന്ന് യോസേഫിനെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളിൽ ഈ ക്ഷമയുടെ പ്രാധാന്യം, ഒന്നാമത് പറഞ്ഞ വിശ്വാസത്തിന്റെ പ്രാധാന്യം, രണ്ടാമത് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനും സാധിക്കട്ടെ. ഇന്നലെ ഇവിടെ ഇരുന്നിരുന്ന എത്രയോ പേർ ഇന്ന് കാണാനില്ലാത്തത് അവരുടെ അധികാരം, വിദ്യാഭ്യാസം, പ്രതാപം, സമ്പത്ത്, ധനം ഒക്കെ അവശേഷിപ്പിച്ചിട്ട് ആ ദൈവസന്നിധിയിലേക്ക് കടന്നു. ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര പേര് ഇവിടെ സ്ഥിരമായി നിൽക്കുന്നവരുണ്ട്. വന്യസന്തപ്ത ലോഹസ്കാരം മൃദുല സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് പറയും. എന്താ? തീയിൽ ചുട്ടുപഴുതിരിക്കുന്ന ലോഹ കഷ്ണത്തിന്മേൽ വീഴുന്ന വെള്ളത്തുള്ളി എത്ര പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്നു. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ 7-10 ഏറെ ആയാൽ 80 100 വരെ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചു. ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് കർത്താവിന്റെ മുമ്പിൽ വലുതെന്ന് കാണുവാനുള്ളത് ക്ഷമയുടെ മനസ്സാണ് എന്ന് ഓർമ്മിക്കുന്നത്. അതുപോലെ ഒരു അമ്മായിയുടെയും മരുമകളുടെയും ബന്ധത്തിന്റെ കഥ ദിവസം പറഞ്ഞു വരുന്നു. ദൈവലോകത്ത്
പ്രവർത്തിച്ചിരുന്ന സമയത്ത് അവിടെയാണ് സഭാതലവരാണ് റീമാരേജ് സാങ്ഷൻ കൊടുക്കുന്നത്. ഉദാശയിലൂടെ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഡിവോഴ്സ് ഉണ്ടല്ലോ, ഒത്തിരി ഡിവോഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഈ ഡിവോഴ്സിന്റെ ശേഷം പുനർവിവാഹത്തിന് അനുവാദം കൊടുക്കുന്നത് അദ്ദേഹമാണ്. അച്ഛൻ്റെ എഴുത്ത് വേണം, ഇടവമെത്ര സമയത്ത് ശുപാർശ ചെയ്യണം. അത് കഴിഞ്ഞ് സഭയുടെ നല്ലവൻ അത് ഒരു ഫോട്ടോ ഒക്കെ വരുന്നുണ്ട്, ഉറക്കം വരുന്നു, ഇല്ലേ ഉറങ്ങി പോയവരുമുണ്ട്. എൻ്റെ ഈ ഫാസിൻ്റെ തന്നെ. എന്നിട്ട് വിവാഹമോചനം അനുവദിച്ചു പുനർവിവാഹ അനുവാദം നൽകി. അവിടെ ഇരിക്കുന്ന സമയത്ത് വരുന്ന ആളുകളോട് ചോദിക്കുക, എന്താണ് പ്രശ്നം? പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ തന്നിടത്തോടെ വളർത്തിയത്. അപ്പം പറഞ്ഞതാണ്, ഞാൻ എൻ്റെ മകളെ തന്നിടത്തോടെ വളർത്തിയത്. അവർക്ക് സ്വന്തമായിട്ട് നിലപാടുണ്ട്. അവിടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, നിനക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ നീ പോലെ നിന്റെ മുറി ഇവിടെ ഉണ്ട്, ഞാനുള്ള കാലത്തോളം നിന്നെ നോക്കിക്കൊള്ളാം. അപ്പൻ പറഞ്ഞത് മകൾ അക്ഷരം പ്രതി അനുസരിച്ചു. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് മകൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ രീതിക്ക് നിൽക്കാൻ അവിടെ ആരെയും കിട്ടുന്നില്ല, ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കോടതിയിൽ നിന്ന് ഡൈവോഴ്സ് കിട്ടിയിട്ടുണ്ട്, അടുത്ത വിവാഹത്തിന് അനുവാദത്തിന് വന്നതാണ്. പ്രിയപ്പെട്ടവർക്ക് നടന്ന സംഭവം വെറുതെ പറഞ്ഞത്. രണ്ടാം വിവാഹം കഴിഞ്ഞിട്ട് അത് 1-2 മാസത്തോടെ കഴിയുന്നവർ മൂന്നാമതൊരു പ്രാവശ്യത്തേക്ക് ഈ അപ്പൻ ആ ഓഫീസിൽ വന്നിട്ട് ചോദിക്കാൻ മൂന്നാമതൊരു വിവാഹത്തിന് അനുവാദം കിട്ടാൻ സാഹചര്യം. കാരണം ഒന്ന് കെട്ടിച്ചു, പൊട്ടിച്ചു, പോകും. രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു. വീണ്ടും അപ്പന്റെ വാക്കനുസരിച്ച മകൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, മൂന്നാമതൊരു കല്യാണത്തിന് സാഹചര്യമുണ്ടോ? അപ്പൻ വീണ്ടും പറഞ്ഞത്, എന്ത് വിഷമുണ്ടെങ്കിലും തിരിച്ചു വരും, ഞാനുണ്ട്. അതേസമയം ഇവിടെ ഒരു മരുമകൾ തന്റെ അമ്മാവിയോട് പറയുക, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ആരാണ് രൂപൻ? ആരോട് പറഞ്ഞു? അമ്മാവിയോട് പറയുക. അമ്മാവിയമ്മ മരുമകളോട് പറയുക, എൻ്റെ കുഞ്ഞെ, എനിക്ക് 2 മക്കളുണ്ടായിരുന്നു, മകളോട് കുട്ടിയോട് 2 പേരും മരിച്ചുപോയി. നീയോട് നിന്റെ കൂടെ ഉറപ്പായുമുണ്ട്, എൻ്റെ മരുമക്കളായി എൻ്റെ കൂടെ വന്നതാണ്. പക്ഷേ അത്യുന്നതൻ ഏറ്റവും ഹൈപ്പായത് എന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേരല്ല വിളിക്കുന്നത്, മാറ എന്ന് വിളിക്കുന്നത്. മാറ എന്ന് പറഞ്ഞാലല്ല, കയ്പ്. എന്നാൽ അത്രയേറെ ദുഃഖങ്ങൾ, അത്രയേറെ ദുരിതങ്ങൾ, അത്രയേറെ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കളില്ലാതെ മുന്നോട്ട് ജീവിതം കൊണ്ടുവരാനായിട്ട് എനിക്ക് വഴി കാണുന്നില്ല. നീ നിന്നെ തിരിച്ച് പട്ടണത്തിലേക്ക്, നിന്റെ പിതൃനഗരത്തിലേക്ക് ചെല്ല്, നിന്റെ ബന്ധുക്കളുടെ കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം നിനക്ക് ഉണ്ടാകട്ടെ എന്ന് അമ്മ പറയുമ്പോൾ ഈ മകൾ അമ്മയോട് പറയുന്നത്, ഞാൻ നിന്നെ വിട്ടുപോയി. ഓർപ്പ തിരിച്ചുപോയി. പക്ഷെ ഈ മകൻ പറയുന്നു, നിന്റെ ജനം നിന്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കൂട്ടത്തിൽ കൂടും. ഓരോ വിവാഹ കൂതാശയിലും, സുറിയാനി സഭയുടെ വിവാഹ കൂതാശയിൽ പ്രാരംഭത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ സന്തോഷത്തിന്റെ പ്രാരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പൂർത്തീകരണം നീ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിക്കണം എന്ന്. അപ്പോൾ ഒരു വിവാഹ കൂതാശ നടത്തി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ സന്തോഷത്തിന്റെ പ്രാരംഭം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ആനന്ദത്തിന്റെ പൂർത്തീകരണം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള മനസ്സോടെ, സഹകരിക്കുവാനുള്ള മനസ്സോടെ, സ്നേഹിക്കുവാനുള്ള മനസ്സോടെ പ്രതിസന്ധികളിൽ ഒരുമിച്ച് നിൽക്കുവാൻ സാധിക്കുക വളരെ പ്രധാനമാണ്. ഇപ്പോൾ തോൽക്കാതിരിക്കാനുള്ള വ്യഗ്രതയും തോൽപ്പിക്കാനുള്ള വ്യഗ്രതയുമാണ് പല കുടുംബങ്ങളിൽ നടക്കുന്നത്. ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ചയില്ലാത്തത് മൂലം എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്ന കാഴ്ചയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ അതേ ഓഫീസിൽ തന്നെ വന്ന അനുഭവം മനസ്സിലുണ്ട്. ഒരു വർഷം ശരാശരി 360 പേർക്ക് എങ്കിലും പുനർവിവാഹത്തിന് അനുവാദം കൊടുക്കുക.
അതിന്റെ അർത്ഥം ഒരു ദിവസം ഒരാളെങ്കിലും പരാജയപ്പെട്ട വിവാഹ ജീവിതത്തിൽ നിന്ന് പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കല്യാണത്തിന് ഭാര്യയും ഭർത്താവും മണവാട്ടി നിർത്തിയിട്ട് നടുക്ക് അച്ഛന് അല്ലെങ്കിൽ മെത്രാച്ചനെ നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കും. ഫോട്ടോ പെന്തിക്കോസ്റ്റൽ വിഭാഗങ്ങളിലാണെങ്കിൽ ആ പാസ്റ്ററിനെ നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കും. ഇതിന് രണ്ട് കേട്ടോളാണ് അല്ലേ? രക്ഷിക്കാൻ തുടങ്ങി പറഞ്ഞു കേട്ടോളാം. എന്തിനാണ് ഫോട്ടോ എടുക്കുക? അതിന് എന്തെങ്കിലും പ്രാർത്ഥന ചെയ്യുക. അച്ഛനെ ആർക്ക് വേണ്ടത്? കല്യാണത്തിനൊന്നും അച്ഛനെന്തെങ്കിലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ്. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടായി, പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ഫോട്ടോഷൂട്ടായി. അച്ഛന്മാരും പള്ളിയിലുള്ളവർ നിന്ന് വിഷമിക്കും. എന്താണെന്നറിയാം, ഈ ഫോട്ടോക്കാരുടെ കയ്യിൽ ഇതുകളൊക്കെ തിരിച്ചു കിട്ടുന്നത് രക്ഷയും. മണവാട്ടി എടുത്തോണ്ട് വരുന്ന ബന്ധത്തിൽ വരെയാണ് ഇപ്പോഴത്തെ രീതിയിൽ കാര്യങ്ങൾ. അങ്ങനെ അവരെ തീരുമാനിക്കുന്നത് എങ്ങനെ വരുന്നത്? അച്ഛന്മാരുണ്ടെന്ന് അനൗൺസ് ചെയ്യും. അതുപോലെ നേരത്തെയുള്ള ഭക്ഷണം കൊടുക്കുന്ന ഹോളിലാക്കുമ്പോൾ അച്ഛനോട് പറയാം, അച്ഛന്മാർ നടക്കം എത്തിക്കാവും. ഇപ്പം ഈശോക്കെ പാടും നടക്കം എത്തിക്കും. ഇപ്പം അങ്ങനെയല്ല, അച്ഛന്മാർ അങ്ങോട്ട് ചെല്ലുന്ന ഒറ്റ കാര്യത്തിന് മാത്രം. എന്തിനെന്നറിയാമോ? ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം. അങ്ങനെയല്ല, അതെ, വേറൊരു അച്ഛനെ അവിടെ ആവശ്യമില്ല. അവിടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ബഹളങ്ങളുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 പൂക്കുച്ചയൊക്കെ കത്താൻ തുടങ്ങും. ചെറുക്കൻ്റെ കണ്ണിലും വീഴും, പെണ്ണിൻ്റെ കണ്ണിലും വീഴും, ആകെ കഥമായി. അതുപോലെ നിറമുള്ള തീമുള്ള കേക്ക് ഒരു ബന്ധത്ത് പോയി നീലയാണ് തീ. ബ്ലൂ കേക്കിന് നീലാണ്, ഉടുപ്പിന് നീലക്കണം, പൂവിന് നീലക്കണം, എല്ലാം നീലക്കണം. കേക്ക് അങ്ങോട്ട് തീറ്റി കഴിഞ്ഞു. 2 ലക്ഷം അങ്ങോട്ട് വെച്ചു കൊടുക്കുക. മണവാട്ടി ഇതിൻ്റെ നീലക്കളർ കട്ടിയത് പോകുന്നില്ല, പൂത്തിട്ട് ടിഷ്യൂവിലും വരുന്നില്ല. വല്ലാത്ത അവസ്ഥയാണ്. ഇത് എങ്ങനെ തൂക്കുമെന്ന് അറിയാൻ പാടില്ലാതെ 2 പേരും നിന്ന് വിഷമിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. ഒരു അവതാരകയാവുന്നു. അവർക്ക് എന്താ പറയുന്നത്, എങ്ങനെയാ പറയുന്നത് ചെയ്യില്ല. കാരണം കൊഴിപ്പിക്കണം പരിപാടി കൊഴിപ്പിക്കാൻ ഇഷ്ടം പോലെ കാശ് കൊടുക്കാൻ വീട്ടുകാർ തയ്യാറാണ്. പരിപാടി കൊഴിപ്പിക്കുന്ന തിരക്കിൽ മൂല്യങ്ങൾ മറന്നു പോകുന്നു. സന്തോഷത്തിന്റെ പ്രാരംഭമാണ്, ആനന്ദത്തിന്റെ പൂർത്തീകരണമാണ്, പരിശുദ്ധാത്മാവിൽ ഒന്നിച്ചു ചേർക്കുന്നതാണ് എന്ന് പറഞ്ഞു. വിവാഹമൊക്കെ ഇപ്പോഴത്തെ എത്ര തുകയാണ് ആഡംബരത്തിന് വേണ്ടി ചിലവഴിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം നഷ്ടപ്പെട്ടു. എന്താ നഷ്ടപ്പെട്ടു പോവാ? പ്രാർത്ഥിക്കാനുള്ള മനസ്സ്. പണ്ടൊക്കെ ചെറുക്കനെ പെണ്ണിനെ ഒരുക്കിയാൽ മതിയായിരുന്നു. ചെറുക്കൻ ഒരുക്കിയാലായിരുന്നു തന്നെ ഷേവ് ചെയ്തു, മീശ വെട്ടി വൃത്തിയാക്കി, നീറ്റാക്കി, തലമുടി വെട്ടി മണവാളൻ വരും. മണവാട്ടി മാത്രം ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. ഇപ്പൊ പക്ഷെ മണവാട്ടി മാത്രമല്ല, പടയാണ് ബ്യൂട്ടി പാർലറിലോട്ട് പോകും. തിരിച്ചു വരുന്നത് മണവാട്ടിയുടെ അമ്മ, മണവാളന്റെ അമ്മ, മണവാട്ടി സഹോദരൻ, എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയി തിരിച്ചിറങ്ങി വന്നാൽ യൂണിഫോം ഇട്ട് ഭാവത്തിൽ ഒരു കൽപ്പന പറയുക. ഏത് സത്യമായിക്കോട്ടെ സഭാപരമായ ഒരു കൽപ്പന പറയുകയാണ്, നിങ്ങൾ വരുമ്പോൾ ഇന്ന ഡ്രസ് ഇട്ടുകൊണ്ട് വരണം, പിന്നെ ഞങ്ങൾ സൗകര്യമില്ലെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങൾ ഡ്രസ്സ് ഇട്ട് പറയും. പക്ഷെ ഇപ്പോഴോ മണവാളിന്റെ കൂട്ടർ എല്ലാം യൂണിഫോം ഇട്ടുകൊണ്ട് വരും, മണവാളിന്റെ കൂട്ടർ യൂണിഫോം ഇട്ടുകൊണ്ട് വരും. ആകെ ഒരു പ്രകടനമാണ്. എന്നിട്ട് അച്ഛനോട് പറയും, അച്ഛൻ പള്ളി കയറുന്നു ചവിട്ടി കിട്ടേക്കണെന്ന് പറയും. പള്ളി കയറുന്ന ചവിട്ടി കിട്ടേക്കണം. എന്താ കാര്യം? പെണ്ണ് രാവിലെ 4:30 ആയപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയതാണ്. ബാക്കിയുള്ളവർക്ക് ഈ സമയമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പരിപാടി ഒന്ന് വേഗം തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പൂന്താനം ജ്ഞാനപ്പാല എഴുതിയതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉണ്ണിയില്ലാതിരുന്ന ഒരു അമ്മ, അപ്പൻ ഒത്തിരി കാലമായി മക്കളില്ലാതിരിക്കുന്നവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അന്നപ്രാശനം ചോറൂട് നടത്താനുള്ള സമയമാണ്. 4 നാൾ മുഴുവൻ വിളിച്ചു, ബന്ധുക്കളെ വിളിച്ചു. ബ്രാഹ്മണനാണ്, ഇല്ല ഇന്നത്തെ പോലെ വെട്ടമില്ല, ഇരുണ്ട മുറികളാണ്. ഈ അന്തർജനം എന്ത് ചെയ്തു? സദ്യവട്ടങ്ങളെല്ലാം ഭംഗിയാക്കാൻ വേണ്ടി കുഞ്ഞിനെ ഒരു മൂലയ്ക്ക് കിടത്തിയിട്ട് എല്ലാ കാര്യവും ഭംഗിയാക്കാൻ പോകുന്നതാണ്. നമ്മെ ആളുകളിൽ ആരോ കൊണ്ടുവന്ന ഒരു ഭാഗം നോക്കിയിട്ട് ഒരു മൂലയ്ക്ക് കിട്ടും. ആ മൂലയ്ക്ക് പിന്നാലെ വന്നവർ നോക്കിയപ്പോൾ മൂലയ്ക്ക് ഒരു ഭാഗം ഇരിക്കുന്നു. അതുകൊണ്ട് അടുത്തയാളും അവിടേക്ക് കുറെ നേരം കഴിഞ്ഞ് വിരുന്നുകാരെല്ലാവരും വന്നു. മുറിയുടെ ഒരു മൂലയ്ക്ക്
ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പോസ്റ്റിന്റെ ചുവട്ടിൽ ഒരാൾ വേസ്റ്റ് ഇട്ടാൽ പിന്നെ എല്ലാവരും അവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ ചെയ്തു. സമയമായി ചോറ് കൊടുക്കാനുള്ള സമയമായപ്പോഴേക്ക് കുഞ്ഞിലേക്ക് കുടിയിൽ അന്വേഷിച്ചു, വലുതായിട്ട് അന്വേഷിച്ചു, കുഞ്ഞിനെ കാണാനില്ല. അന്തർജനത്തോട് ചോദിച്ചു എവിടെയാണ് കുഞ്ഞ്? അമ്മ പറഞ്ഞു ഞാൻ മുറിയിൽ കിടത്തിയിട്ടാണ് പോയത്, കണ്ടില്ല, എവിടെയാണെന്ന് പറഞ്ഞുപോയി. ഏറ്റവും അവസാനം ഈ ഭാണ്ഡങ്ങൾ ഓരോന്നായി എടുത്തു നോക്കിയപ്പോൾ കുഞ്ഞ് അതിനടിയിൽ കിടപ്പുണ്ട്. പക്ഷേ ചോറ് കൊടുത്തിട്ട് കുഞ്ഞിന് ജീവനില്ല. ഇന്നലാണ് ഒന്നാലും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വന്നതും അവിടെ ഒരു താമസനെ പോലെ കഴിഞ്ഞു പോയതും എന്ന ഒരു കഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, വില കൊടുക്കേണ്ടതിന് വില കൊടുക്കാതിരുന്നാൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി. വിശുദ്ധ വിവാഹത്തിനായി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം എടുക്കാതിരുന്നാൽ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതിരുന്നാൽ, തോൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ മരുമകളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഉണ്ടാവുകയും അവൾക്ക് ആകെ പറയുവാനുള്ളത്, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് തിരിച്ചറിയുക, കൂട്ടി തന്നിരിക്കുന്ന ആളുകളുടെ നന്മയെ കുറിച്ച് തിരിച്ചറിയുവാൻ സാധിക്കുക. കുറവുകൾ നമ്മൾ പറയാറുണ്ട്, പക്ഷേ ചെയ്തു തരുന്ന കൃപകൾ, ഈ ഒരാളിലൂടെ ദൈവം തന്നിട്ടുള്ള കൃപകൾ എത്ര വലുതാണ്. ഓരോ ഭർത്താവിനും പറയാനുണ്ടല്ലേ, സ്വന്തം ജീവിതത്തിൽ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്ന ആൾ തന്നിട്ടുള്ള നന്മകൾ എത്ര വലുതാണ്. ഓരോ ഭാര്യയ്ക്കും അത് പറയാനുണ്ട്, ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നയാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര വലുതാണ്. സ്വന്തം ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, 1 വർഷത്തോളമായി കഴിഞ്ഞ് ഒരമ്മയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ഞാൻ തിരിച്ചറിഞ്ഞില്ല, എനിക്ക് ഈ മനുഷ്യൻ എത്ര വലുതായിരുന്നു. വിട്ടുപോയി കഴിഞ്ഞ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ശൂന്യത നികത്താൻ എനിക്ക് ആരുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭാര്യ മരിച്ചതിന് ശേഷമുള്ള ഭർത്താക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ച്? കണ്ടിട്ടുണ്ട്. പ്രായമുള്ള അമ്മമാര് സ്വന്തം ഭർത്താക്കന്മാരെ മരിച്ചുപോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നതായിട്ട് കാണുന്നു. എന്നാൽ സ്വന്തം ഭാര്യ മരിച്ചുപോയി വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കാവുന്ന പുരുഷന്മാരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാഴ്ച, അത് കടലറിയിപ്പിക്കുന്ന കാഴ്ച. അവരുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാൻ ആരുമില്ല, ഒരു നേരത്തെ മരുന്ന് എടുത്തു കൊടുക്കാൻ ആരുമില്ല. ഭാര്യ സ്വന്തം മരുന്ന് കഴിച്ചില്ലെങ്കിലും ഭർത്താവ് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ആ ആളുടെ അഭാവത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സന്തോഷത്തിന്റെ പ്രാരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവുമായി ദൈവകൃപയാൽ ദൈവം കൂട്ടിച്ചേർക്കുന്നവർ ഒരുമിച്ച് നിന്നാണ് ഒരു കുടുംബം രൂപീകരിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം പോലെ, യാക്കോബ് യൗസേപ്പ് സ്വന്തം സഹോദരങ്ങളെ സ്നേഹിച്ചതുപോലെ, സ്വന്തം അമ്മാവിയമ്മയുടെ രൂപത്ത് പറഞ്ഞതുപോലെ നമുക്കും ആയിത്തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഒരു കുടുംബത്തെയും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അത് യെരുശലേമിൽ നാം കാണുന്ന കുടുംബം, നസ്രേത്തിൽ കാണുന്ന കുടുംബം, ഗലീലയിൽ കാണുന്ന കുടുംബം. യോസേഫും മറിയവും കർത്താവും. മറിയ ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്വയം വിധേയപ്പെടുത്തി കൊടുക്കുന്നവളാണ്. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരമ്മ, അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിക്കുന്ന അല്ലേ? അതെ, ആ മറിയത്തിന് പ്രയാസമുണ്ടാകാതിരിക്കാൻ ഗൂഢമായി അവളെ ഉപേക്ഷിക്കുന്ന, നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദിതമായ പരിശുദ്ധാത്മാവിനാണെന്ന് പറയുമ്പോൾ യാതൊരു വിസമ്മതവും കൂടാതെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്വയം വിധേയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയുള്ള മക്കളും അമ്മയും ആകുവാൻ ഇടയാണ്. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ
തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി പാർക്കുക. ഈ ക്രിസ്മസിന്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളിൽ പറയും, കർത്താവ് സ്വർഗത്തിലും സ്വർഗാഭിസ്വർഗത്തിലും ഒതുങ്ങാത്തതാണ്. പക്ഷേ കൊച്ചു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങി പല ഭവനങ്ങളും ഇപ്പോൾ ബാബേലാണ്. ഹൗസ് ഹോം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമല്ല. കെട്ടിടം ഹൗസാണ്, വീടാണ്. വീട് ഭവനമാകുന്നത് എപ്പോഴും വീട്ടിനുള്ളിൽ താമസിക്കുന്ന കുടുംബം ദൈവാശ്രയത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുമ്പോഴാണ് കെട്ടിടം ഒരു ജീവനുള്ള ഭവനമായി തീരുന്നത്. ജീവനുള്ള ഭവനമാകുവാൻ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. അത് ഓർക്കട്ടെ. അതോടൊപ്പം യഹോവയോട് മത്സരിച്ച സ്ഥലമാണ് ബാബേൽ. ബാബേൽ കലക്കം എന്നാണ്. ബാബേലിന്റെ പ്രശ്നം ഭാഷ അന്യോന്യം മനസ്സിലായി. യഹോവ ഭാഷ കലക്കിക്കളഞ്ഞു. ഭാഷ കലക്കിക്കളഞ്ഞപ്പോഴുണ്ടായ പ്രശ്നം പറയുന്നത് ഗ്രഹിക്കാൻ സാധിക്കില്ല, തിരിച്ചറിയുക. ഇഷ്ടിക കൊണ്ടുവരാൻ പറഞ്ഞാൽ മണ്ണ് കൊണ്ടുവരും, മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരും. ദൈവത്തോട് മറുതലിച്ച് കെട്ടിയുണ്ടാക്കിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാനിച്ചു. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബഥേൽ ദൈവഭവനമാണ്. ഓരോ ഭവനവും ബഥേലാണ്. ഓരോ ഭവനവും ദൈവത്തിന്റെ ഭവനമാണ്. ഓരോ ഭവനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഭവനമാണ്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ബാബേലാകാനല്ല, ബഥേലാകാൻ. മക്കൾക്ക് അമ്മയപ്പന്മാരുടെ ഭാഷ മനസ്സിലാക്കുക. അമ്മയപ്പന്മാർക്ക് മക്കളുടെ ഭാഷയും മനസ്സിലാക്കുക. എല്ലാ ദിവസങ്ങളും അമ്പാടിക്കാരായിട്ട് കുറെ കുട്ടികളെ കൂട്ടി നടന്നു പോകുന്ന സമയം അമ്പാടി പെരുന്നാളിന് അവരോട് ചോദിച്ച് ഈ ചുറ്റും നിൽക്കുന്ന മരങ്ങളുടെ പേര് ചോദിച്ചത്. ഒരു മരത്തിൻ്റെയും പേര് അറിയാൻ പാടില്ലാത്ത കുട്ടികളുണ്ട്. കുട്ടികളോട് ചോദിച്ച് പത്രം വായിക്കാറുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു, പത്രം വായിക്കാറില്ല. ചുറ്റുമുള്ള മരങ്ങളുടെ പേര് അറിയാൻ പാടില്ല. അവരവരുടെ ഒരു ലോകത്ത് അവരുടെ കാഴ്ചപ്പാടുകളിൽ മുന്നോട്ട് പോകാം. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞില്ലേ, ഏറ്റവും ചെറിയ കുട്ടികളുണ്ട് നമ്മുടെ കൂടെ, മുതിർന്നവരുണ്ട് നമ്മുടെ കൂടെ, കുടുംബജീവിതം നയിക്കുന്നവരുണ്ട് നമ്മുടെ കൂടെ. ഇതിനിടയ്ക്കത്തെ തലമുറ എവിടെ എന്നുള്ള ചോദ്യം ഓരോ പള്ളിയിൽ ചോദിക്കുന്ന കാലമാണ്. അതെ, അതുകൊണ്ട് തിരികെ ചിന്തിക്കുക. ഭവനം ബന്ധയിലാവണം. അവിടെയുള്ള സംഭാഷണങ്ങൾ അന്യോന്യം മനസ്സിലാക്കുന്നതാവണം. അവിടെയുള്ള സംഭാഷണങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഉണ്ടാകണം. അവിടെയുള്ള സംഭാഷണങ്ങളിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് സ്ഥലമുണ്ടാകണം. വീട് വലുതായി, കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ മുറികളായി, അവരുടെ സാമ്രാജ്യങ്ങളായി. പ്രാർത്ഥനയുടെ സമയത്ത് മോളിംഗ് ബെൽ അടിച്ച് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മൊബൈലിൽ നിന്ന് മുഖം ഉയർത്താതെയാണ്. ഒരു മരണവീട്ടിൽ പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേര് വരും? ഒരു മരണവീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥന ചെല്ലാൻ എത്ര പേരുണ്ടാവും? മരണവീട്ടിന്റെ പ്രാർത്ഥനയിൽ നമ്മളിപ്പോൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. വേദപുസ്തകം വായിക്കാൻ എത്ര പേരുണ്ടാവും? വലിയൊരു ചോദ്യം ഉണ്ട്. ഭവനങ്ങൾ, സഭകൾ ദൈവത്തിന്റെ ഭവനങ്ങളാണ്. ദൈവമാണ് രൂപീകരിച്ചത്, ദൈവമാണ് വളർത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവർ. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ചെരുപ്പ് പറക്കുന്നതിനെ കുറിച്ച്. എന്തിനാണ് പറഞ്ഞത്? ദൈവത്തിന്റെ കരുതലുണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്? ഭാര്യ സ്വന്തം വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച്. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതം എത്ര അപൂർണമാണ്. തിരിച്ചു പരസ്പരം ദൈവമാക്കി വെച്ചിരിക്കുന്നതിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയുമ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റും. പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാൻ പറ്റും, ബലപ്പെടുത്താൻ പറ്റും, മറിഞ്ഞു പോകാൻ, മുൻപോട്ട് പോകാൻ. സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ദൈവത്തിന് പ്രിയമുള്ള മക്കളായി, ദൈവത്തിന് പ്രിയമുള്ള കുടുംബമായി ദൈവാശ്രയത്തോടെ മുൻപോട്ട് പോകും. ആശ്രയത്തിലെ ചെറിയ കുടുംബം, മാതാവും പിതാവും സ്നേഹിച്ചുകൊണ്ട് പുത്രൻ അടങ്ങി പാർത്തതുപോലെ
ബദ്ധേരായി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ കുടുംബത്തിൽ ഉന്നത ശിക്ഷനായ എത്രയോ പേർ കടക്കുന്നു. നല്ല മാനങ്ങൾ അവശേഷിപ്പിച്ചിട്ട് നടക്കുന്നു. സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൽ, കരുതലിൽ, ഐക്യത്തിൽ എത്ര വലിയ മാർഗങ്ങൾ ഇനിയും എത്ര പേർ നമുക്കുണ്ട്. ബലമായിട്ട് കൂടെയുണ്ട്. ഓരോരുത്തരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അവരുടെ തിരുമേനിയെ ഓർക്കുന്നു. നാവ് ദൈവത്തിന്റെ കൃപ കൊണ്ട് നന്നായിട്ട് ഉപയോഗിക്കുക. ഭൂമിക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ചലിപ്പിക്കുവാൻ ഇതുവരെയും അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹം ഇനിയും വർത്തമാനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക വൈദികർ ഇവിടെ തിരഞ്ഞെടുക്കട്ടെ. ദൈവവചനം അറിയാവുന്നവർ ഉണ്ടാകട്ടെ. ഭവനങ്ങൾ ദൈവത്തെ അറിയുന്ന ഭവനങ്ങളായിരിക്കുവാൻ ദൈവം സഹായം, അഭിവൃദ്ധിയും ഐശ്വര്യവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.